മുന്നേറ്റ നിരയിലും മധ്യനിരയിലും എത്രത്തോളം സ്ട്രോങ് ആയാലും പ്രതിരോധം പാളിയാൽ ഫുട്ബോളിൽ തോൽവി ഉറപ്പാണ്. ചെറിയൊരു പാളിച്ച് പോലും വലിയ തോൽവിയിലേക്ക് അല്ലെങ്കിൽ ഒരു തിരിച്ചടിയിലേക്ക് തള്ളിവിടും. പക്ഷേ നമ്മൾ ഈ ലോകകപ്പ് ഫുട്ബോളിന്റെ ഒരു ഘട്ടത്തിലാണുള്ളത്. ഈ പ്രതിരോധ നിരയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച പ്രതിരോധ നിര ആരുടെയാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രതിരോധ നിരയിലെ ഉൾപ്പെടുത്താൻ താരങ്ങൾ ഏതൊക്കെ ടീമിലാണ് എന്നതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട്. പലർക്കും പല വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, പല പേരുകളുണ്ടാവും, പല ടീമുകളുണ്ടാവും. പക്ഷെ അതിൻ്റെ അകത്തൊക്കെ നമുക്ക് എടുത്തു പറയാൻ ചില താരങ്ങളുണ്ട്, ചില ടീമുകളുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാണ് നെതർലാൻഡ്സ് ടീമുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ക്യാപ്റ്റനും കൂടിയായ വെർജിൻ വാൻ ഡൈക്കാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രതിരോധത്തിലെ ഒരു കരുത്ത് എത്രത്തോളം ഉണ്ടെന്നാണ് കരുതുന്നത്? തീർച്ചയായും ഈ ലോകകപ്പിലെ മികച്ച പ്രതിരോധ താരം ആരെന്ന് വെച്ചാൽ ചിലപ്പം അതിൽ പിന്നെ നേരത്തെ പറഞ്ഞ ഇതൊക്കെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ കൂടി വരുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത അറ്റാക്കിങ്ങിയുടെ വീഡിയോ പറയുമ്പോൾ പല കമന്റുകളും വരുന്നുണ്ട്. തീർച്ചയായും ആ കമന്റുകളെല്ലാം അവരുടെ അഭിപ്രായങ്ങളാണ്. അതൊക്കെ യാഥാർത്ഥ്യങ്ങളാവാം, നമ്മുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും. അങ്ങനെ നമ്മൾ ഈ പറയുന്നതും ഈ പ്രതിരോധ താരങ്ങൾ നമ്മൾ പറയുന്നതും അങ്ങനെ തന്നെ വരുന്നതാണ്. അതിലിപ്പോൾ ജിബിൻ പറഞ്ഞാൽ തന്നെ നെതർലാൻഡ്സിന്റെ ക്യാപ്റ്റൻ വെർജിൻ വാൻ ഡൈക്ക് ഈ ലോകകപ്പിൽ ഏറ്റവും മികച്ച പ്രതിരോധ താരം എന്ന് ചോദിച്ചാൽ ഒന്നാമത് ഉത്തരവ് തന്നെയായിരിക്കും. ഇത്തവണ ലോകകപ്പ് നേടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന ടീമുകൾ ഒന്നാണ് നെതർലാൻഡ്സ് ക്വാർട്ടറും പ്രീ ക്വാർട്ടറും കടന്ന് സെമിയിൽ ഫൈനലിലേക്കൊക്കെ എത്തുന്നെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഈ നായകൻ തന്നെയായിരിക്കും, വെർജിൻ വാൻ ഡൈക്കിനായിരിക്കും. നമുക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിന് പ്രതിരോധ കോട്ട കിട്ടുന്നതിൽ പ്രധാന താരം തന്നെയാണ് വാൻ ഡൈക്ക്. അദ്ദേഹത്തിൻ്റെ കരുത്ത് തന്നെയാണ് ഈ ടീമിൻ്റെ ഏറ്റവും വലിയ വിശ്വാസം. നമ്മൾ പറഞ്ഞല്ലോ, ആക്രമവും പ്രതിരോധ മുന്നേറ്റവും ഒക്കെ പാളിയാലും മധ്യനിരയും മുന്നേറ്റനിരയും പാളിയാലും അല്ലെങ്കിൽ മിന്നിച്ചാലും മുന്നേറ്റനിരയും മധ്യനിരയും മിന്നിച്ചാലും പ്രതിരോധം പാളിയാൽ തീർന്നു. പക്ഷേ നെതർലാൻഡ്സ് എത്തുമ്പോഴേക്ക് അവരുടെ വിശ്വാസം, അവരുടെ ഗോളിക്ക് മുന്നിലുള്ള ഒരു വൻമതിൽ പോലെ ഒരു വിശ്വാസം വെർജിൻ വാൻ ഡൈക്കിനുണ്ട്. അതുകൊണ്ട് തന്നെ നെതർലാൻഡ്സിന്റെ ഈ പറയുന്ന താരങ്ങൾ നെതർലാൻഡ്സിന്റെ നായകൻ അദ്ദേഹം തന്നെയാണ് ഒന്നാമത്തെ പ്രതിരോധമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. ഈ വാൻ ഡൈക്കിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തവണ നെതർലാൻഡ്സ് ഒരു പൂർണ്ണ ഒരു ആത്മവിശ്വാസത്തോടെയാണ്. എന്നുവെച്ചാൽ പല റിപ്പോർട്ടുകളും പല ഒരു കളിയെ കുറിച്ച് വിലയിരുത്തുന്ന ഒരു നെതർലാൻഡ്സിന്റെ ഒരു സാധ്യതകൾ പറയുന്നുണ്ട്. കാരണം ഇത്തവണ അവരൊരു ശക്തിയായി മാറുമെന്ന് അവർ പറയുന്നുണ്ട്. ചിലർ പ്രവചിക്കുന്നുണ്ടല്ലോ ഇത്തവണ കിരീടം നേടുമെന്ന് വരെ പ്രവചിക്കുന്നുണ്ട്. കാരണം ഈ തവണക്കാർ പ്രതിരോധമായാലും മുന്നേറ്റമായാലും മികച്ച നിരയായിട്ടാണ് അവർ എത്തുന്നത് എന്നുള്ളത്. നമ്മളിപ്പം പറയുന്നുണ്ട്, ഇപ്പം സൂപ്പർ താരങ്ങളായിട്ടുള്ള ലയണൽ മെസ്സി ആയിക്കോട്ടെ, ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലെ എംബാപ്പെ, എന്ന് പക്ഷേ ഇവര് പോലും ഒരു പക്ഷേ ഈ വാൻ ഡൈക്കിന്റെ മുമ്പിൽ അത്രത്തോളം ഒരു അവരുടെ ടീം മാത്രമല്ല കേട്ടോ, നമുക്കിപ്പോൾ നെതർലാൻഡ്സിന്റെ ടീമല്ല, പുറത്തുനിന്നുള്ള മറ്റു ടീമുകളും അദ്ദേഹത്തിന്റെ കളി മികവിനെ കുറിച്ച് കോൺഫിഡൻസോടെ സംസാരിക്കുന്നത്. അത്രയ്ക്ക് ഒരു ക്വാളിറ്റി ഉള്ള പ്ലെയർ. താരങ്ങളൊക്കെ ഈ പറഞ്ഞ സൂപ്പർ താരങ്ങളൊക്കെ ഇറങ്ങുമ്പം അവർ മറികടക്കാൻ വേണ്ടി അവരെ ഒരു ഗൃഹപാഠം ചെയ്യേണ്ടത് ഒരു പക്ഷേ വാൻ ഡൈക്കിനെ മറികടക്കാനായിരിക്കും, വാൻ ഡൈക്കിന്റെ മാർക്കിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും അവർ ശ്രമിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്തത് പോർച്ചുഗലിന്റെ ഒരു സൂപ്പർ താരമാണ്, പ്രതിരോധത്തിലെ ഒരു കരുത്തനാണ് നൂനോ മെൻഡിസ്. ഇത്തവണ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലടക്കം പറഞ്ഞു ഇത്തവണ ക്രിസ്ത്യാനോയുടെ ലോകകപ്പായി മാറട്ടെ എന്നൊക്കെ പലരും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ എല്ലാവരും പറയുന്നുണ്ട് മെസ്സിക്ക് കിട്ടി, ഈ തവണ ക്രിസ്ത്യാനോയ്ക്ക് കിട്ടട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ നൂനോ മെൻഡിസിൽ തന്നെയാണ് അവിടെ ക്രിസ്ത്യാനോ അടക്കമുള്ളവരുടെ ഒരു പ്രതീക്ഷ. കാരണം ക്രിസ്ത്യാനോയ്ക്ക് പോലും ആത്മവിശ്വാസം നൽകുന്നതിലെ കോൺഫിഡൻസ് നൽകുന്നത് ഈ മെൻഡിസിന്റെ സാന്നിധ്യമാണ്. ഒരു സംശയമില്ല. നമുക്ക് ഇപ്പം പോർച്ചുഗലിന് ക്രിസ്ത്യാനോയെ കൊണ്ട് മാത്രം കളി ജയിക്കാൻ പറ്റുന്ന ഒരു ഗെയിമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പോർച്ചുഗലിന് എത്ര തന്നെ മുന്നേറ്റത്തിൽ ക്രിസ്ത്യാനോ വന്നാലും അവരുടെ പ്രതിരോധ കോട്ടയിൽ നമുക്ക് ലെഫ്റ്റ് ബാക്കിൽ ഒരു കോട്ട പോലെ ലെഫ്റ്റ് ബാക്കിനെ കാക്കാൻ നൂനോ മെൻഡിസ് ഉണ്ടാവും. കഴിഞ്ഞ നമുക്കറിയാം പെപ്പയൊക്കെ കളിച്ച ഒരു റോളിലേക്കാണ് മെൻഡിസിന്റെ തുടർച്ച പ്രകടനം നമ്മൾ കാണുന്നത്. എന്തായിരുന്നു ആ ടീമിന് ക്രിസ്ത്യാനോയുടെ ടീമിന് എന്തായിരുന്നു നമുക്ക് പറയേണ്ടത് ഒരു ന്യൂനത എന്ന് വെച്ചാൽ അത് ക്രിസ്ത്യാനോ ഉണ്ട്, പക്ഷേ ടീം സെറ്റ് ആവാത്തത് പറയുമ്പം ഈ പറഞ്ഞ പ്രതിരോധം പാടുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നത്. അല്ലെങ്കിൽ ഒരു മുഴുവൻ ടീമായിട്ട് ഒരു ബെസ്റ്റ് ടീമായിട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റാറില്ല. പക്ഷേ ഇത്തവണ കഴിഞ്ഞ തവണ മെസ്സിക്ക് ഒരു ലോക കപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞ പോലെ ഇത്തവണ നെയ്മർ ഉണ്ട്, മറ്റു താരങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു റൊണാൾഡോ, മെസ്സിക്ക് ഒരു ലോകകപ്പ് കിട്ടിക്കഴിഞ്ഞു, ഇനി റൊണാൾഡോക്ക് വേണം. അതൊരു കാവ്യം. നമുക്ക് ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ അവസാനം ലോകകപ്പ് നേടി, 2010 ലോകകപ്പ് നേടി, ഇപ്പം അത് പൂർണ്ണമായി എന്ന് പറയുന്ന ഒരു കരിയർ. അതുപോലെ നമുക്ക് റൊണാൾഡോയുടെ പൂർണ്ണമാവണമെങ്കിൽ ഒരു ലോകകപ്പ് ഇല്ലെങ്കിൽ പൂർണ്ണമാവാതിരിക്കൊന്നുമില്ല, പക്ഷേ ലോകകപ്പ് വേണം. അങ്ങനെ ലോകകപ്പ് കിട്ടണമെങ്കിൽ, റൊണാൾഡോ കിട്ടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടീമിൽ പ്രതിരോധത്തിൽ ലെഫ്റ്റ് ബാക്കിൽ നൂനോ മെൻഡിസ് ഉണ്ടായിരിക്കണം. നൂനോ മെൻഡിസിൻ്റെ വേഗതയും ചടുലമായ നീക്കങ്ങളും അത് എതിർ താരങ്ങളെ മാർക്ക് ചെയ്യാനും എല്ലാം പറ്റുന്ന രീതിയിലേക്കുള്ള നീക്കങ്ങൾ അത് ആ ടീമിന് വലിയൊരു കരുത്തേക്കും. അത് അദ്ദേഹത്തിന് പൂർണ്ണമായും അത് പുറത്തെടുക്കാനായാൽ ഒരുപാട് മുന്നേറ്റങ്ങൾ പോർച്ചുഗലിനും റൊണാൾഡോക്കും സ്വപ്നം കാണാൻ വേണ്ടി പറ്റും. ഒരുപക്ഷെ പറഞ്ഞാൽ കിരീടത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഈ പറഞ്ഞ റൊണാൾഡോയും മെൻഡിസും അടങ്ങുന്ന സംഘം, ആ 11 പേരും ഒരുപോലെ കളിച്ചാൽ നമുക്ക് ആ സ്വപ്നം കാണാൻ വേണ്ടി പറ്റും. ലാസ്റ്റ് ചാൻസ് ഒക്കെ നമ്മൾ പറയുന്നത് റൊണാൾഡോയ്ക്ക് ഒരു കപ്പ് എന്നുള്ള സ്വപ്നത്തിലേക്ക് നൂനോ മെൻഡിസിന് അതിൽ വലിയൊരു റോൾ ഉണ്ടാവും. അത് അദ്ദേഹത്തിന് എന്തായാലും ഈ നമ്മൾ കാണുന്നൊരു
പ്രതിരോധ താരങ്ങൾ രണ്ടാമത്തെ താരമായിട്ട് നമ്മൾ പറയുന്ന താരത്തിന് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ നമുക്കിനി അടുത്ത് പറയേണ്ടത് ഇത്തവണത്തെ ഒരു ഫേവറേറ്റുകളായിട്ട് എത്തുന്ന ടീമാണ്, മറ്റാരുമല്ല ഫ്രാൻസാണ്. ഇത്തവണ ഫ്രാൻസ് കഴിഞ്ഞ തവണ കൈവിട്ടുപോയ അവസാന നിമിഷം കൈവിട്ടുപോയ കപ്പ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് കിലിയൻ എംബാപ്പയും സംഘം എത്തുന്നത്. ഇത്തവണ അവർക്ക് കപ്പിൽ കുറഞ്ഞ ഒന്നും അവർക്ക് ഒരു തീരുമാനമില്ല. കാരണം എംബാപ്പെ അത് പറഞ്ഞിട്ടുണ്ട്, ഇത്തവണ അവർക്ക് ഈ തവണത്തെ കപ്പ് അവരെ എന്തുകൊണ്ടും പിടിക്കുമെന്നുള്ള കാര്യത്തിൽ അവർ പറയുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് അവരുടെ ടീം സജ്ജമായിട്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ നമുക്കറിയാം എല്ലാ തവണത്തെയും പോലെ ഇത്തവണ ഒരു മികച്ചൊരു നിരയും മാറ്റുന്നത് അവരുടെയും ഉണ്ട്. ഒരു പ്രതിരോധ വില്യം സാലിബ സെൻട്രൽ ബാക്കിൽ നമുക്കറിയാം ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രാൻസ് കഴിഞ്ഞ തവണ പിന്നെ അവസാന നിമിഷം കൈവിട്ട കിരീടം, അതിന് മുന്നേ പിന്നെ നേടിയ കിരീടം, ഇത്തവണ അത് തിരിച്ചു പിടിക്കുന്നില്ല. നമ്മൾ ഈ ഫേവറേറ്റുകൾ പറയുമ്പോൾ ഫ്രാൻസിനെ ഒഴിവാക്കാൻ വേണ്ടി എന്തൊന്നിനും പറ്റില്ല. എംബാപ്പയുടെ മുന്നേറ്റം എന്ന് പറയുന്നത് എംബാപ്പ നയിക്കുന്ന ടീമിലേക്ക് വില്യം സാലിബ പോലുള്ള താലം പ്രതിരോധത്തിൽ ഉണ്ടെന്നില്ലാണ്, സെൻട്രൽ ബാക്കിൽ ഉണ്ടെന്ന് തന്നെയാണ് ആ ടീമിന്റെ കരുത്ത് വരുന്നത്. നമുക്കറിയാം അപകടകരമായ ടാക്കിളുകൾ ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നവരാണ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിന്റെ ഒരു കരുത്ത് തന്നെയാണ് സാലിബയുടെ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ സാലിബയുടെ ഒരു വിശ്വാസം, സാലിബയിൽ അർപ്പിക്കുന്ന വിശ്വാസം, ടീം അർപ്പിക്കുന്ന വിശ്വാസം അത് വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ റോള് വളരെ വലുതാണ്. നമ്മളിപ്പോൾ ഫ്രാൻസ് നോക്കുമ്പോഴേക്കും എംബാപ്പയിലേക്കൊക്കെ നമ്മുടെ കണ്ണുകൾ ചുരുങ്ങിപ്പോൾ ഫ്രാൻസിന്റെ ഒരിക്കലും ഒരു താരത്തിലേക്ക് ഒതുക്കുന്ന ടീമല്ല, സ്ക്വാഡ് അങ്ങനെയല്ല നമുക്കറിയാം. പക്ഷേ എംബാപ്പെ നമുക്കെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ടീമിൽ ഇപ്പോൾ മെസ്സിനെ അങ്ങനെ പറയുമ്പോൾ എംബാപ്പയിലേക്കൊക്കെ നമ്മൾ കണ്ണു പോകുമെങ്കിലും ഈ ടീമിന്റെ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഈ ടീമിനെ തടഞ്ഞു നിർത്തുന്നത് പിന്നെ എതിരാളികളെ തടഞ്ഞു നിർത്താൻ വേണ്ടി നിൽക്കുന്നത് സാലിബേനായിരിക്കും, വലിയ സാലിബേനായിരിക്കും. സാലിബയുടെ കൂടി പ്രതീക്ഷയാണ് ഈ കപ്പ് വരുന്നത് തിരിച്ചു പിടിക്കുക എന്നുള്ളത്. നമ്മൾ നെതർലൻഡ്സിനെ പറഞ്ഞു, പോർച്ചുഗലിനെ പറഞ്ഞു, ആരെ പറഞ്ഞു, ഈ പറയുന്ന ടീമുകളെല്ലാം കിരീടം നേടാൻ സാധ്യതയുള്ള ടീമുകൾ തന്നെയാണ്. ഒരുപക്ഷെ ഒരു പടി കൂടി കൂടുതൽ ഈ പറഞ്ഞ രണ്ട് ടീമുകൾക്ക് മാർക്ക് നമ്മൾ കൊടുക്കേണ്ടത് ചിലപ്പോൾ ഫ്രാൻസിനായിരിക്കാം. അത് നമ്മൾ കഴിഞ്ഞ 2 ലോകകപ്പിൽ വെച്ച് കാണുമ്പോൾ പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാലിബയുടെ റോള് സെൻട്രൽ ബാക്ക് പൊസിഷനിൽ അത് ക്രൂഷ്യലായി മാറും, ഉറപ്പാണ്. അദ്ദേഹത്തിന് നിലവിൽ നല്ല ഫോമിലാണെന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. അപ്പം എന്നാലും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ടീമിന് ശക്തിയാണെന്നുള്ള ഒരു സംശയമില്ല. അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് മൊറോക്കോയുടെ അഷ്റഫ് ഹക്കീമിയാണ്. ക്യാപ്റ്റനാണ്. ഇത്തവണ വലിയൊരു പ്രതീക്ഷയോടെയാണ് മൊറോക്കോ എത്തുന്നത്. കാരണം വെച്ചാൽ അവർക്ക് ഈ തവണയും ഒരു മികച്ചൊരു ടീമായിട്ടാണ് അവരെത്തുന്നത്. പക്ഷെ അവരുടെയും കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഹക്കീമി തന്നെയാണ്. ഈ പ്രതിരോധമാണ് അവരുടെയും ഒരു കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. കഴിഞ്ഞ ലോകകപ്പിൽ നമ്മൾ കണ്ടാണ് 2022 സെമി ഫൈനലിലേക്ക് പിന്നെ മൊറോക്കോനെ എത്തിച്ചതിൽ ഹക്കീമിയുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ പങ്ക് വളരെ നിർണായകമായിരുന്നു. അപ്പം ആ ഒരു അനുഭവ കരുത്തും കൂടിയിട്ടാണ് ഹക്കീമി കളിക്കാനെത്തുന്നത്. PSG താരമാണ് ഹക്കീമി വരുന്നത്. ഹക്കീമിയിൽ നമ്മൾ ഈ പ്രതിരോധ താരങ്ങളുടെ പേര് പറയുമ്പോൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത താരമാണ്. നമ്മൾ ഇപ്പോൾ 4ാമതായിട്ട് ഹക്കീമിയുടെ പേര് പറയുന്നത്. പക്ഷേ എനിക്കൊന്ന് 4 അത് നമ്മൾ ഈ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഈ റാങ്ക് നമ്മളൊരു അഭിപ്രായം വെച്ചിട്ടാണ് ഇത് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും പറഞ്ഞിരിക്കും. പക്ഷേ ഹക്കീമി എന്നൊരു താരം, മൊറോക്കയെ നയിക്കാൻ വേണ്ടി നയിക്കുന്ന താരം, അദ്ദേഹത്തിൻ്റെ പ്രകടനം നിർണായകമായിരിക്കും. കഴിഞ്ഞ തവണ സെമി ഫൈനലിൽ വീണ ആ മുന്നേറ്റം ഇത്തവണ അവർക്ക് പിന്നെ ആവർത്തിക്കാനാകുമോ അല്ലെങ്കിൽ അതിന് കടന്ന് മുന്നോട്ട് ഫൈനലിലേക്ക് എത്തിക്കാൻ പറ്റുമോ, കപ്പിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉയരക്കൂടുതൽ ഒരു ഇതാണ് ഏറ്റവും വലിയ അനുകൂലമായിട്ടാണ് ഉയരക്കൂടുതൽ അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ തന്നെ പിന്നെ പ്രതിരോധത്തിൽ ഉയരക്കൂടുതലായിട്ട് അനുകൂലമായിട്ട് കളിക്കുന്ന താരത്തിന് ഇവരെ കിരീടത്തിലേക്ക് നയിക്കാൻ പറ്റുമെങ്കിൽ തന്നെ അത് വലിയൊരു ഇതായിരിക്കും. അദ്ദേഹത്തിന്റെ കാലുകളിൽ തന്നെയാണ് മൊറോക്കോയുടെ മുന്നേറ്റം ഇരിക്കുന്നത്. അല്ലെങ്കിൽ മൊറോക്കോയുടെ പ്രതിരോധം, ഞാൻ മുന്നേറ്റം ഉദ്ദേശിച്ചത് ടീമിന്റെ മുന്നേറ്റമാണ്, സ്ക്വാഡിനല്ല, ടീമിന്റെ മുന്നേറ്റം ഇരിക്കുന്നത് സംശയമില്ല. 5ാമതായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ മലയാളി ഏറെ ആദരവുള്ള ബ്രസീലിലാണ്. ബ്രസീലിന്റെ ഒരു പ്രതിരോധത്തിൽ അവിടെയുണ്ടൊരു മികച്ചൊരു കോട്ടയായിട്ടൊരു താരം, അത് മറ്റാരുമല്ല ഗബ്രിയേൽ മെസ്സിയാണ്. ഇത്തവണക്ക് ഒരു നെയ്മർ വളരെ പ്രതീക്ഷയോടെയാണ് വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നെയ്മർ പരിക്കൊക്കെ മാറി അഞ്ചലോട്ടി അവരുടെ പരിശീലകനായിട്ട് വരുന്നു. അപ്പോൾ കുറേ മാറ്റങ്ങളോടെയാണ് ബ്രസീൽ ടീം വരുന്നത്. അപ്പോൾ അവിടെ അവർക്കൊരു ശക്തമായ പ്രതിരോധമാണ്. ബ്രസീലിന് എല്ലാ കാലത്തും നല്ല മുന്നേറ്റവും ഉണ്ട്, പ്രതിരോധമുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ് അവർ വീക്ക് പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ ഇത്തവണ അവരൊരു അഞ്ചലോട്ടിയുടെ ഒരു പ്രതിരോധ സ്ക്വാഡ് പറയുമ്പോൾ മാറ്റമുണ്ട്. നമുക്കറിയാം ഈ പറഞ്ഞ പോലെ ബ്രസീലിന്റെ പിന്നെ ഏറ്റവും കൂടുതൽ ആരാധകർ, മലയാളി ആരാധകരിൽ ഉള്ള ടീമുകളിലൊന്നാണ് ബ്രസീൽ. ബ്രസീലിന്റെ കളികൾ നമ്മളിങ്ങനെ ആവേശത്തോടെ നോക്കിയിരിക്കുകയാണ്. അപ്പം ബ്രസീലിന്റെ സെന്റർ ബാക്കിലേക്ക് ഗബ്രിയേൽ വരുമ്പം ആ ടീമിന് ഒരു കരുത്ത്, നമുക്കൊരു വിശ്വാസമുണ്ട്. നമ്മൾ ഇപ്പം ജീവൻ പറഞ്ഞ പോലെ തന്നെ നെയ്മറിന് നമ്മൾ നേരത്തെ 2 താരങ്ങളെ പറഞ്ഞല്ലോ. റൊണാൾഡോക്ക് അവസാന ലോകകപ്പ് പറഞ്ഞ പോലെ നെയ്മറിനും ഒരു ലോകകപ്പോടെ നെയ്മർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുട്ബോൾ ചരിത്രത്തിൽ ഞാൻ എന്നെ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ആ ഫുട്ബോൾ ചരിത്രം പറയുമ്പോൾ എൻ്റെ പേര് പരാമർശിക്കാതെ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിൽ ഒരു മുൻനിരയിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു കനക കിരീടം സ്വന്തമാക്കിയേ പറ്റൂ. അതിന് നെയ്മറിനെ പോലെ പിന്നെ ഗബ്രിയേൽ ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് എല്ലാവർക്കും അത് വലിയൊരു സ്വപ്നം തന്നെയാണ്. ഞാൻ ഒരു താരത്തെ മാത്രമല്ല, പക്ഷേ നമ്മളൊരു ഇതിഹാസങ്ങളെ പറയുമ്പോൾ ഇപ്പോഴത്തെ നിലവിലെ ഇതിഹാസങ്ങൾ താരങ്ങളെ പറയുമ്പോൾ മെസ്സി, റൊണാൾഡോ, നെയ്മർ എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. മറ്റ് എംബാപ്പെ പോലുള്ള താരങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞു പോകുന്ന 3 പ്രധാന ടീമുകളുടെ താരങ്ങളായതുകൊണ്ടാണ്.
അപ്പം അങ്ങനെ ഒരു സ്ഥാനത്തിലേക്ക് വരുമെങ്കിൽ അതിന് ഗബ്രിയലൊക്കെ സെൻറ്റർ ബാക്കിൽ പിന്നെ നന്നായി കളിച്ചാൽ മാത്രമേ, നന്നായി കളിച്ചാൽ എന്നല്ല, ആ കോട്ട കെട്ടിയാൽ മാത്രമേ നടക്കൂ. ഈ പറഞ്ഞ പോലെ ഏത് വമ്പന്മാരെയും, ബ്രസീലൊക്കെ നേരിടാൻ വരുന്ന ഏത് വമ്പന്മാരെയും വീഴ്ത്താൻ, നിർഭയം വീഴ്ത്താൻ പറ്റുന്ന താരം തന്നെയാണ് ഗബ്രിയൽ. ആ കഴിവ്, ആ മികവ് എന്തായാലും ടീമിനുണ്ട്. ബ്രസീലിൻ്റെ കാനറികളുടെ സ്വപ്നത്തിൽ ഗബ്രിയലിന് നിർണായക പങ്കുണ്ട്, യാതൊരു സംശയമില്ല. അത് അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ താരങ്ങളും ടീമുകളും നമ്മുടെ വ്യത്യസ്തമായ അഭിപ്രായമാണ്, കാഴ്ചക്കാർക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പം പറഞ്ഞിരിക്കുന്ന നമ്മൾ ലിസ്റ്റ് ചെയ്ത ഒരു ടീമിന്റെ അത് ഇനി ബാക്കി നമുക്കറിയാം. കമന്റ് ബോക്സിൽ കഴിഞ്ഞ മറ്റേ നമ്മൾ മികച്ച അറ്റാക്കിംഗ് വരെയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിരവധി കമന്റുകൾ വന്നിട്ടുണ്ട്, നിരവധി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇവർക്ക് ഇനിയിപ്പോൾ കമന്റിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും മികച്ച ടീം, പിന്നെ താരങ്ങളെ, പ്രതിരോധ താരങ്ങളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറയാം. നമുക്ക് അതെല്ലാം കൂടി അത് ചേരുമ്പോൾ ഈ വീഡിയോ പൂർണ്ണമാവും. അത് അത്തരം കമന്റുകൾ നമ്മൾ സ്വീകരിക്കുന്നുമുണ്ട്. അതെ.